ഇന്ന് വളരെ സ്വാദിഷ്ടമായ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ ഞാൻ കുറച്ച് ചക്കച്ചുള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പച്ച ചക്കച്ചുളയാണ്. അപ്പോൾ അതൊരു 10-15 എണ്ണം ഉണ്ടാവും. അത് ചെറുതായി കീറിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടാം. ഇപ്പോൾ ചക്കയൊക്കെ ഏകദേശം തീരാറായ സമയമാണ്. എന്നാലും ചില സ്ഥലത്തൊക്കെ ചക്ക ഉണ്ടാവും. അപ്പോൾ ചക്കയുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിതെല്ലാം മിക്സിയുടെ ജാറിൽ മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒന്നും തന്നെ ചേർക്കാതെ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ കൂടി വേണം. ഞാനൊരു സവാളയുടെ പകുതി, കുറച്ച് വലിയ സവാളയാണ്, അപ്പോൾ പകുതി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇതിലേക്കൊക്കെ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ച് വെച്ച ചക്കയുടെ മിക്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഒരു കറിവേപ്പില കൂടി ചെറുതായി ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാനൊരു 1/2 കപ്പ് വറുത്ത നേരിയ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ചായി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സ്പൂൺ വെച്ച് ആദ്യം ഒന്ന് കുഴച്ച് നോക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി അരിപ്പൊടിയുടെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ബാക്കിയും കൂടി ചേർത്ത് കൊടുത്തു. ടോട്ടലി 1/2 കപ്പ് പൊടിയാണ് എടുത്തത്. ഇപ്പോൾ നല്ല പാകത്തിന് കുഴച്ചിട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാനിതെന്ന് തയ്യാറാക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി ഞാൻ ഒരു വാഴയില എടുത്തിട്ട് ഒരല്പം വെളിച്ചെണ്ണ തൂവി കൊടുത്തിട്ട് ആണ് ഞാൻ ഈ കൂട്ട് പരത്തിയെടുക്കുന്നത്. നമ്മൾ കയ്യിൽ വെച്ചും പരത്തിയെടുക്കാൻ പറ്റും. പക്ഷേ ഇലയിലാകുന്ന സമയത്ത് അങ്ങനെ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ഇതുപോലെ ചെറുതായി ഒന്ന് റൗണ്ട് ഷേപ്പാക്കി നടുക്കൊരു ചെറിയ തുള കൂടി വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഈ എണ്ണയിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. കൈക്കൊന്നും ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ വേണ്ടി ഇലയിൽ വെച്ചാൽ നല്ല സുഖത്തിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു കുഞ്ഞൻ വടയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ഉഴുന്ന് വട കൊണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ അത്ര ഷേപ്പില്ലാതെ ചെറുതായിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇത് നന്നായി ഒന്ന് ചെറിയ തീയിൽ വെച്ച് വേവിച്ച് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ബാക്കി ഇതുപോലെ ഞാൻ കുറച്ചുകൂടി ഇതുപോലെ തയ്യാറാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ഭാഗം സാധാരണ ചെയ്യുന്ന പോലെ ഒരു ഭാഗം ആയപ്പോൾ മറുഭാഗം തിരിച്ചിട്ട് കൊടുത്ത് ഒരു നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് മൊരിയിച്ചെടുക്കണം.
നല്ല കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പക്കയിലേക്ക് കോരിയിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ വൈകുന്നേരത്തെ ചായയുടെ കൂടെ ചൂടോടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണിത്. ചെറിയ വട ആക്കി കൊടുത്താൽ ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് കഴിക്കാൻ തോന്നുന്ന ഒരിഷ്ടം ഉണ്ടാവും. അപ്പോൾ ഞാൻ ബാക്കി വന്ന മാവും കൂടി ഇതുപോലെ ചുട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയത് നമുക്കിതാ ഒന്ന് നോക്കാം. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കി ഒന്ന് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു. ബൈ ബൈ. ടാറ്റാ.